ഹലോ ഹലോ. നമസ്കാരം. ഡയറക്ടർ PP ആണ്. ആരാണ്? സാർ ഞാൻ തപ്പിയോക്കിയെന്ന് വിളിക്കാന്നേ. ചുണ്ടനലിയാണോ സംസാരിക്കുന്നത്? അല്ല സാർ, ഞാൻ തപ്പിയോക്കിയെന്ന് പറയുന്ന ചാനലിൽ നിന്ന് വിളിക്കുക. എന്താ തപ്പിയോക്കെ? സാറിന് ഒരു ഇന്റർവ്യൂ കിട്ടുമെന്ന് അറിയാനായിരുന്നു. അയ്യോ, നിന്ന് തിരിയാനുള്ള സമയമില്ല കുട്ടി. ഇരുന്ന് തിരിഞ്ഞാ മതി സാർ. ഇതാരായി കോമഡി പറഞ്ഞെന്നെ? അതിനപ്പ കൈ നിട്ടതാ. അതിനിവിടെ ഗ്രൂമേഴ്സ് ഉണ്ട് കേട്ടോ. വേണ്ട 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 വേണ്ട. ഇന്റർവ്യൂ എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നോട്ടെ. തപ്പി നോക്കി വാ കേട്ടോ. നിങ്ങൾ ചാൻസ് ചോദിച്ച് വന്നതാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ 4 പേരും കൂടെ ഒരു പെർഫോമൻസ് വീഡിയോ എന്റെ വാട്സാപ്പിലോട്ട് ഒന്ന് അയച്ചു താ. ഇവിടെ വേണ്ട, അന്ന് 5 പേരുടെ കൂടെ പെർഫോമൻസ് വീഡിയോ എന്റെ വാട്സാപ്പിലോട്ട് അയച്ചാ കൊള്ളാങ്കി എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. അയ്യോ, അതെ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറുടെ ഭാര്യയാണോ? അല്ല. എന്റെ കഴിഞ്ഞ പടം കണ്ടിട്ട് പൈസ പോയ ആരെങ്കിലും ആണോ? ഞാൻ എന്നാത്തിന് നടക്കുന്ന കരയുന്നേ? ഞാൻ കരച്ചിൽ ആർട്ടിസ്റ്റാ. കരച്ചിൽ ആർട്ടിസ്റ്റോ? കാരിക്കച്ചർ ആർട്ടിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്തോ നീ കരച്ചിൽ ആർട്ടിസ്റ്റ്? സാറേ, ഈ എല്ലാ സിനിമയ്ക്കകത്തും പോയി കരയുന്ന കരച്ചിൽ ആർട്ടിസ്റ്റാന്ന് ഞാൻ. ഈ സിനിമയിൽ നിന്ന് എന്നെ കരയാൻ വിളിച്ചതാ. ആണോ? എന്താ പേര്? ഓവർലാപ്പ് തങ്ക. അതെന്താ അങ്ങനെ പേര്? ഏത് സീനിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് ആയി പോകും. ശരി. അങ്ങനെ നാട്ടുകാരെല്ലാരും കൂടി കിട്ട പേരാന്നേ. സാറിന്റെ പേര് മനസ്സിലായില്ലല്ലേ? മനസ്സിലായി. എന്ത്? നല്ല ചുമണ്ടില്ലേ? അതല്ല, ഞാൻ ഡയറക്ടർ PP. ഓല PP, കോയില PP എന്നൊക്കെ കേട്ടിക്ക് ഇത് ആദ്യമായിട്ടാട്ടോ അത്ര നീളത്തിനും വണ്ണത്തിലുള്ള ഡയറക്ടർ VP-നെ കാണുന്നത്. അതല്ലെന്ന്, ഞാൻ പപ്പം പേട്ട. ഇപ്പം വേണ്ട. എന്ത്? പട്ടം കാപ്പി. കട്ടൻ കാപ്പി പപ്പേരാ പറഞ്ഞ പപ്പം പേട്ട. ഓ, പപ്പും പൂടെ സാറേ. പപ്പും പൂടെ പപ്പം പേട്ട. പപ്പം പേട്ട സാറേ. നിങ്ങളെ കഴിഞ്ഞ പടം ഏതായിരുന്നു? വെളിച്ചം കണ്ടില്ല. ആന്ത ഇട്ടത്താന്നോ ഷൂട്ട് ചെയ്ത്? അതല്ല, ഞാൻ സിനിമ വെളിച്ചം കണ്ടില്ല. പുറത്തോട്ടിറങ്ങില്ല, എഡിറ്റിംഗ് ടേബിൾ തന്നെ കിടക്കുക. അല്ലേലും സാറിനെ പറ്റി നാട്ടിലെ പരക്കനെ ഒരു സംസാരം ഉണ്ട്. സാറിന്റെ പടവും പാമ്പും ഒരുപോലെയാന്ന്. 2 ഓടത്തും ഇല്ലാന്ന ഒടുക്ക തിഴച്ചിലാന്ന്. പാമ്പ് പടം പൊളിക്കുന്നാണല്ലോ, ഞാനും എന്തെങ്കിലും പൊളിക്കും. സാറേ, ഇവിടെ പോവാൻ കേരവാനൊക്കെ ഉണ്ടായിരിക്കൂലേ? അയ്യോ, അതൊക്കെ വലിയ വലിയ അടിച്ചൊക്കെ ഉള്ളൂ. ഞാൻ എന്താക്കൂ? നിങ്ങൾക്ക് വൈകുന്നേരം പേയ്മെന്റ് എണ്ണി തന്നിട്ട് പറയും കേറുവാൻ എന്ന് അവര് വന്നിട്ട് പറയും കേട്ടോ. അല്ലെങ്കിൽ സിനിമാക്കാർ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ വലിപ്പിക്കുക. പേയ്മെന്റ് തരത്തുമില്ല, തരികയില്ല. കുട്ടി, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ തരാന്ന് പറയേയില്ല, തരികയില്ല. സാറേ, ഏത് സീനില്ല ഞാൻ കരയേണ്ടെന്ന് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ. എന്നെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ. 1 മിനിറ്റ്, ഒരു കോള് വരുന്നേ. ഐഫോണല്ലേ? ഹലോ. ഈ ഡയലോഗ് ഇപ്പൊ ഞാൻ പറയേണ്ടി വരും? ഇല്ല. എന്റെ കാര്യം എന്തായി? എന്നെ കൈവിടല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. എന്നെ കൈവിട്ട് കളയല്ലേ. അവിടെ അല്ല, ഇവിടെ പറഞ്ഞ. അയ്യോ, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ കൈവിടല്ലേ. നീ പറയുന്ന എന്ത് ഞാൻ കേട്ടോളാം. ഹലോ 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 ഹലോ. കേക്കുന്നില്ല? കേക്കുന്നുണ്ട്. എന്റെ കുടുംബം തൊലച്ച്. എന്റെ കുടുംബം രക്ഷിക്കാനല്ലേ? എന്റെ കുടുംബം തൊലയ്ക്കുന്നോ? അയ്യോ, അങ്ങനല്ല. ഈ സിനിമയിൽ നിനക്ക് ഇനി ചാൻസ് ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന അപ്പൂപ്പനുണ്ട് വീട്ടില്. എന്റെ പൊന്നെ, അമച്ചൂർ നാടകം തോറ്റു. എന്താ അഭിനയം. സാറേ, വയറ്റിപ്പഴുപ്പാ ജീവിക്കാൻ വേണ്ടി. വയറ്റിപ്പഴുപ്പാണെങ്കിൽ വല്ല ഡോക്ടറെയും കൊണ്ട് കാണിക്കണം. എന്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. സാറേ, എങ്ങനെയെങ്കിലും ഒരു ഡയലോഗ് എന്തെങ്കിലും എന്ത് പറയുമ്പോ ഒരു കാര്യം ചെയ്. ഞാനൊരു സീൻ തരാം, അങ്ങനെ തന്നെ. അമ്മായിമ്മ മരിച്ചു കിടക്കുന്നു. അതെന്താ? റിയൽ ആയി പോയതാ. കുട്ടി, മൂന്നാമത്തെ സീൻ തരാം. കുട്ടി റോഡിലൂടെ നടന്നു പോകുന്നു. അമ്മാവൻ ഓപ്പോസിറ്റ് നടന്നു വരുന്നു. അയ്യോ, അത് നടക്കൂല, മൂപ്പർക്ക് തളർവാതാ. പക്ഷെ നിന്റെ അമ്മാവനല്ല, റോഡിൽ ഏതെങ്കിലും ഒരു അമ്മാവൻ നടന്നു വരുന്നു. ആ സമയം ബോധം കിട്ടി വീഴുന്നു. നീ അല്ലെന്ന്, മറ്റേ അമ്മാവൻ ബോധം കിട്ടി വീഴുന്നു. ആ സമയത്ത് നീ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പൊ അയാൾ ബോധം കിട്ടി വീണല്ലോ. മുഖത്ത് വിഷമം വേണം, ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വെപ്രാളം, നിസംഗത്വം വേണം മുഖത്ത്. പെട്ടെന്ന് പറഞ്ഞ മൂപ്പര് വരുവോ? ആര്? നിസാം കാക്ക. നിസാം കാക്കയെന്ന് നിസംഗത്വം വേണം. റെഡി, റോളിംഗ്, ആക്ഷൻ. എന്റെ അപ്പാ, വീടക്ക പയറ് പോലെ നടന്ന മനുഷ്യനാണ് ഇപ്പൊ ചക്ക വെട്ടിട്ട് പോലെ കിടക്കണേ. ഹലോ ഗൂഗിൾ, വാട്ട് ഈസ് മണ്ടിയേരി? അല്ല, എന്റെ പെർഫോമൻസ് നന്നായിരുന്നു. പ്രത്യേകിച്ച് മറ്റേ മണ്ടിയേരി ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴാ മനസ്സിലാതെ എനിക്ക് ഇവക്ക് എന്താ സിനിമയിൽ ഡയലോഗ് കിട്ടാത്തതെന്ന്. എന്താ ഈ അന്യഭാഷയൊക്കെ പറഞ്ഞ ആരെങ്കിലും ഡയലോഗ് തരുമോ? അയ്യോ, അത് മലയാളാ. എടുത്തോ പൊറുക്കണേ കുട്ടി. ഈ സിനിമയിലല്ല, ഈ സ്ക്രിപ്റ്റിൽ പോലും നിനക്ക് ചാൻസ് ഇല്ല.
ഈ സ്ക്രിപ്റ്റ് ഇല്ലേ വേണ്ട. എന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ എനിക്ക് ചാൻസ് ഉണ്ട്, അതിങ്ങ് തന്നാ മതി. അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ ഇത് പറയേണ്ടത്. സാറേ എന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേൾക്കുവോ പ്ലീസ്? ശരി, കുറെ കാല കഥ കേട്ട കഥ പറ. സാറേ എന്റെ സിനിമയുടെ പേര് ഓർമ്മയ്ക്കായി. നല്ല പേര്. ഈ കഥ ഞാൻ ആദ്യം പറയുന്നത് എന്റെ അപ്പൂപ്പന്റെ അടുത്തതിനെ. കഥ പകുതി ആകുമ്പോഴത്തേക്ക് ഓർമ്മയായി. സിനിമയായി? അല്ല, അപ്പൂപ്പൻ ഓർമ്മയായി. ബാക്കി കഥ ഞാൻ പറയുന്നത് എന്റെ അച്ഛന്റെ അടുത്താ. ക്ലൈമാക്സിന്റെ തൊട്ട് മുമ്പ് ഓർമ്മയായി. സിനിമയായി? അല്ല, അച്ഛൻ ഓർമ്മയായി. ഇനി ക്ലൈമാക്സും കൂടി ഉണ്ട് പറയാൻ. അത് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞോട്ടാ. ഇനി എന്നെ ഓർമ്മയാക്കുള്ള പരിപാടിയാണല്ലേ? ഒരു കുടുംബം മൊത്തം ഓർമ്മയാക്കിയത് പോരാഞ്ഞിട്ട് എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കളിയാക്കുണ്ടേ? അതെന്തുണ്ടാ? കളിയാക്കല്ല സാറേ, കളിയാക്കുന്ന കാര്യം പറ. ഞങ്ങളെ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാ. എന്റെ മാമന്റെ മോനെടുത്തന്റെ മൂപ്പര് തിയേറ്റർ ആർട്ടിസ്റ്റാ. മറ്റേ നാടകത്തിന്റെ പരിപാടി അല്ലേ? അങ്ങനെയല്ല, തിയേറ്ററിൽ ഇന്റർവെല്ലാകുമ്പോ ബാത്റൂമിൽ പോയി പടമൊക്കെ വരച്ചു വെക്കും. നല്ല ഫാമിലി കേട്ടോ, നല്ല ഫാമിലി. പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വയ്യ സാറേ. ഈ സിനിമന്റെ പേരെന്താ? നിന്റെ തല. ഈ നിന്റെ തലയ്ക്കകത്ത് എന്റെ തലയും കൂടെ കാണിക്കാൻ പറ്റുമോ? നിന്റെ തലയല്ല, നിന്റെ തല വെട്ടിക്കളയൂന്ന്. പടം എന്നാ റിലീസ് ആകുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. എന്നാ പിന്നെ ഞങ്ങൾ ദീപാവലിക്ക് ഇറക്കിക്കോളി. അപ്പോഴോ? പൊട്ടുന്നൊക്കെ ഇറക്കുന്ന അന്നാ. പൊട്ടുന്ന പടമൊക്കെ ഇറക്കുന്ന അന്നാണോ? ഇങ്ങോട്ട് മാറി സമയമില്ലാത്ത സമയത്ത് ഓരോ പരിപാടികളെ. അലക്സാ ക്യാമറയാന്നോ? അലക്സിന്റെ ക്യാമറ ആയിരുന്നു ആദ്യം. 5 മിനിറ്റിന് അവൻ 50 രൂപ അധികം ചോദിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഫ്രെഡിയുടെ ക്യാമറ ഒരു കുഴപ്പമില്ല. അതല്ല, ആര്യ അലക്സാ ക്യാമറയാന്നോന്ന്. അങ്ങനെയൊക്കെ ഒരു ക്യാമറ ഇറങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല. എനിക്ക് സിനിമയൊക്കെ പഠിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. ഇതല്ലേ ആദ്യം പറയേണ്ടത്. നോക്കൂ ഐശ്വര്യ, ഇങ്ങക്ക് പ്രശ്നമുണ്ട്. എന്ത്? ദൂരോട്ട് ഒന്നും കാണൂലല്ലേ? അതാണോ? ഇതെന്താ ഇത്? നിങ്ങളെ വരല് ഇതൊന്നും എന്ത് കാണുന്നു? നിങ്ങളെ മുഖം. കുട്ടി, ആക്ഷന്റെയും കട്ടിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് പറയണം, ഉണ്ണാൻ പോണം. ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് എന്താണെന്നറിയോ? മേക്കപ്പ്. കോസ്റ്റ്യൂം. എവിടുന്നടാ കുറ്റിയം പറച്ച് വരുന്നത്? കോഴിക്കോട് നിന്ന് വരിക. എളിമ. വഴക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കേണ എന്റെ പൊന്നു കൊച്ചപ്പോ എനിക്ക് ഡയലോഗ് ഒക്കെ എഴുതാണ്ട് പോയാ ചുമ്മാ മനസ്സിലാ. പിന്നെ അതിൽ 2 പേര് ഡയലോഗ് ചെയ്തുവോ? പിന്നെ ഞാൻ കവിത എഴുതിയാണല്ലോ 2 പേര് ഒപ്പിക്കാൻ. എന്തോ പറയൂന്ന് പറഞ്ഞ. ഇതിന് മുമ്പ് എന്തെങ്കിലും ഡയലോഗ് ചെയ്തിട്ടുണ്ടോ സിനിമയിൽ? ചാക്കോച്ചന്റെ ഓർഡിനറി സിനിമയില്. ഡയലോഗ് എന്തായിരുന്നു? ഡയലോഗ് പറയൂ. നോക്കിക്കാണ് ഒരു ഡയറക്ടർ അടുത്ത് ബഹുമാനമില്ല, പിന്നെ എങ്ങനെ ചാൻസ് ആയിരുന്നത്? ബഹുമാനമില്ലായിട്ടല്ല, ആ സിനിമയ്ക്കകത്ത് ഇതായിരുന്നു എന്റെ ഡയലോഗ്. ഇതിനകത്ത് എന്തെങ്കിലും ഡയലോഗ് കാണിയിരിക്കില്ലേ? നീ ഓർഡിനറിയിലല്ല, ഏതെങ്കിലും സൂപ്പർ ഫാസ്റ്റ് കയറി എവിടെയെങ്കിലും പോയാ. സാറേ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ചീത്ത പറയല്ലേ? ഏത് സീനില്ല ഞാൻ കരയേണ്ടെന്നൊന്ന് പറ. സത്യം പറഞ്ഞ കുട്ടി ആരെ വിളിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ സത്യം പറഞ്ഞ ഈ സിനിമയിൽ അങ്ങനെ കരയുന്ന ഒരു സീൻ ഇല്ല. മൊത്തം ഹാപ്പിയാണ്, ഫുള്ള് കല്യാണ മൂടാണ് സിനിമ. ഞാൻ മണ്ഡപത്തിരുന്ന് കരഞ്ഞോളാം. അതെങ്ങനെ ശരിയാവും സാറേ? ഈ കല്യാണം വിളിക്കാത്ത ആരെങ്കിലും ഒരാളുണ്ടാവല്ലോ, അത് ഞാനാലോചിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോളാം. അല്ല, അന്നേരം ഈ കുഴലിന്റെ ഒക്കെ ശബ്ദം തന്നെ കേൾക്കൂല. താത്ത് വെച്ചാൽ ഞാൻ കേറ്റി കരഞ്ഞോളാം. അപ്പൊ കല്യാണം മുങ്ങി പോവില്ലേ? പിന്നെ സാറിന്റെ എത്രയോ പടം മുങ്ങിയിരിക്കും, പിന്നെയാണ് കല്യാണം. വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. ആരോ വിളിക്കുന്നുണ്ട്. ആരാ? യോ, പ്രൊഡ്യൂസറാ. മിണ്ടല്ലേ? അല്ല. ഹലോ സാർ. അങ്ങനെ പറ. അയ്യോ, ഞാനല്ല കരച്ചിലട്ടിച്ച്. നിങ്ങൾ എന്തിനാ കരയുന്നത്? അതല്ല, പ്രൊഡ്യൂസർ നീ പടം ചെയ്യുന്നില്ല. നീ എന്തിനാ കരയുന്നത്? ഞാനല്ലേ ഡയറക്ടർ. ഈ സിനിമയിൽ എനിക്ക് കരയാൻ പറ്റൂലല്ലോ എന്നോർത്ത് കരഞ്ഞതാ. ഇനിയിപ്പോ നമ്മളെന്താക്കൂ? ഈ സിനിമ ഇവിടെ വെച്ച് നിർത്തുന്നു. ആക്ഷൻ. അല്ലേ, ഇത് ബാക്കപ്പ് അല്ലേ പറയേണ്ടത്? ആണ്. 3 മാസമായിട്ട് ആക്ഷൻ പറയാൻ വേണ്ടി കൊതിച്ച് നടക്കോ, ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ നിർത്തും. ആക്ഷൻ. വെരി നൈസ്. വെരി നൈസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി. നമ്മുടെ ഈ ചില വണ്ടികൾ ഉണ്ടാവില്ല, അതായത് ഹീറ്റായി കുറെ ഇങ്ങനെ ഓടിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചൂട് കാരണം അതിന് പവർ വരും എന്ന് പറയുന്ന പോലെയായിരുന്നു ഐശ്വര്യയുടെ ഒരു പോക്ക് പോയത്. ആരൊക്കെ എഗ്രി ചെയ്യുന്നു? അല്ലേ? കറക്റ്റ് അല്ലായിരുന്നു? അളിയും സൂപ്പർ ആയിരുന്നു. അങ്ങനെയല്ല, പക്ഷെ ഐശ്വര്യ ആദ്യം വന്നു കഴിഞ്ഞപ്പം ആ കോഴിക്കോടിന്റെ സ്ലാങ്ങും കാര്യങ്ങളും എവിടേക്കോ നമ്മൾ സുരഭി ചേച്ചീനെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് തോന്നി. ആ പറയുന്ന രീതി നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾക്ക് സിനിമയിൽ വല്ല അഭിനയിക്കാൻ എത്ര പേർക്കാണ് ഇവിടെ ഇഷ്ടമുള്ളത്? അയ്യോ, അല്ല അതങ്ങനെയാണല്ലോ, ഒരാള് ലീവ് എടുത്താലും ഒരാൾക്ക് പോകും. അതെ. ഓക്കെ, അപ്പൊ ശ്വേത ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? തീരെ പ്രതീക്ഷിക്കാത്ത ഒരു എനർജി ലെവലാണ് നിങ്ങൾ കൊണ്ടുപോയത്. സൂപ്പർബ് എനർജി 2 പേരും. പക്ഷെ ഐശ്വര്യ, യു ആർ
ടു ഗുഡ്. താങ്ക് യു സോ യു ആർ ടു ഗുഡ്. ഷാൻ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ നിങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ചെയ്താൽ ഐശ്വര്യന്റെ ആ ഒരു കോഴിക്കോട്, ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോ കോഴിക്കോട് സ്ലാങ് മാത്രം പിടിക്കരുത്. ഓക്കെ, സോ വെരി ഗുഡ്, വെരി ഗുഡ്. ശിവചേച്ചി പറഞ്ഞൊരു പോയിന്റ് ആണ്. ബിക്കോസ് ആ കോഴിക്കോട് സ്ലാങ് മാറ്റി പിടിച്ചാൽ ചെയ്യുന്ന ഓരോ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഒരു ഡിഫറൻസ് വന്നു എന്ന് തോന്നിക്കാം. അങ്ങനെ ഇട്ടോ പറഞ്ഞ കേട്ടോ. നോബി ചേട്ടാ അടിപൊളിയായിരുന്നു. ഐശ്വര്യ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. അത് ഫസ്റ്റ് അങ്ങനെ വന്നപ്പോ ആ സ്ലാങ് പിടിച്ചിനി മാറ്റിക്കോളായിരിക്കും. എന്നാലും ഇടയ്ക്ക് ഇട്ടോ ചിരിക്കാനുണ്ട് കുറെ. അല്ല, പക്ഷേ ഈ കോഴിക്കോട് സ്ലാങ് കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് അതിന്റേതായ ഒരു ഭംഗിയുണ്ട്. പവറിലായിരുന്നു. അടിപൊളി. ഷാനും അടിപൊളിയായിരുന്നു. അതെ, രണ്ടുപേരും യാ. കോഴിക്കോട് സ്ലാങ്ങില്ലേ, നമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ ചിരി വരൂല. പക്ഷെ കോഴിക്കോട് ഒരു മാണ്ടാന്ന് പറഞ്ഞാൽ ചിരിക്കും. ഇല്ലേ? അല്ല, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. കോഴിക്കോട് ഒരു മാണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും, നമ്മള് ചിരിക്കൂല അല്ലേ? നിങ്ങൾ 2 ജില്ലക്കാർ ചിരിക്കണ്ട കേട്ടാ. ബാക്കി 12 ജില്ലക്കാരുണ്ട് നിങ്ങൾ, അവര് ചിരിച്ചോളൂ. അവിടെ കോഴിക്കോടുകാരുണ്ട്. ഇവിടെ കോഴിക്കോട് ആ മാണ്ട താമസിക്കുന്നത് കോഴിക്കോടാണ്, പക്ഷെ നാട് തൃശ്ശൂരാണ്. കോഴിക്കോട് എവിടെയാ? സ്ഥലം എവിടെയാ? ബേപ്പൂര്. ബേപ്പൂര്. ആ, ഇഷ്ടമുള്ള ഫുഡ് എന്താ അപ്പൊ ബേപ്പൂരിലെ? ബിരിയാണി. ബിരിയാണി. ദം ബിരിയാണി. അത് വിട്ടിട്ടൊരു കളിയില്ല. ദം ബിരിയാണി അതിനൊരു കേന്ദ്രമാണ് കോഴിക്കോട്. ഓ ദൈവമേ, എപ്പോഴും വഴക്കടിക്കുന്ന ഈ കാര്യത്തിന് വിട്ടു ഞാൻ. വീട്ടില് വഴക്കടിച്ച് നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? ഞങ്ങൾ വേറൊരു ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അത് ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോഴിക്കോട് സ്ലാങ്ങും ഒരു കൊല്ലം സ്ലാങ്ങും കൂടെ വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഡിഫിക്കൽട്ടീസ് വരുമോ? ഒരു കണക്ഷൻ ആദ്യം കുറച്ചുണ്ടായിരുന്നു, ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പിന്നെ മാറി ആള് തന്നെ മാറ്റിയെടുത്തു. ആണ്. ഇപ്പൊ യൂസ്ഡ് ആയി അല്ലേ? വെരി നൈസ്, വെരി നൈസ്. അപ്പൊ നമുക്ക് നോക്കിയാലോ നിങ്ങളുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, യെസ്. അടിപൊളി. 80,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വണ്ടർഫുൾ. സന്തോഷായില്ലേ? ഷാൻ പൊതുവെ ഭയങ്കര റിസർവ് ആണോ? അല്ലല്ല, അത് ഇപ്പൊ ഈ പൈസക്ക് പെട്രോൾ അടിക്കുമ്പോ മെയിൻ ആവും. റിസർവ് ബാങ്ക്. നല്ലൊരു ജോക്കായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബാങ്കിന്റെ അടുത്ത് ചോദിക്കാം ട്രാൻസ്ഫർ ചെയ്യോ എന്നുള്ളത്. ശ്വേതാജി, ഞാൻ എന്താ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. 18,000 യെസ്, ഡൺ. ഇത് ഐശ്വര്യ, നിങ്ങൾ രണ്ടുപേരും എടുത്ത് ഇത് പുറത്ത് വെച്ച് തന്നെ ഷെയർ ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ കോട്ടയത്ത് മണി, അല്ലെങ്കിൽ അങ്ങ് കോഴിക്കോട് മണിയോട് അയക്കേണ്ടി വരും. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. പൊളിക്കണം. പിന്നെ പൊളിക്കണം. സൂപ്പർ ആക്കണം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ.